ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവേ. സാവിയോ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഇൻട്രോ ഒക്കെ പറഞ്ഞ് എനിക്കൊരു ഉമ്മയൊക്കെ തന്ന്. എന്താണെന്നറിയില്ല, മൂപ്പരിന്ന് നല്ല മൂടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛമ്മയും മോനും കൂടി TV ഇങ്ങനെ കാണുകയാണ്. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ. ഇന്ന് ഞാനും സാവിയും കൂടി എൻ്റെ വീട്ടിലേക്ക് പോവാം. അച്ഛനെ കണ്ടപാടെ തന്നെ ഓനൊരു ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ പോകേണ്ട തിരക്കാ. അച്ഛമ്മക്ക് ഫ്ലൈങ് കിസ്സൊക്കെ കൊടുത്ത് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് ബ്രൂവിൽ പോവാന്നൊക്കെ പറഞ്ഞ് പോവാണേ. വണ്ടിക്കാണേ ഈ ബ്രൂ എന്ന് പറയുന്നത്. അവൻ എങ്ങനെയെങ്കിലും ആ വണ്ടീൻ്റെ അടുത്ത് എത്തട്ടിയിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ അങ്ങനെ ഉണ്ടാകുള്ളത്. ഇപ്പോൾ നമ്മൾ പുഴേൻ്റെ സൈഡിൽ കൂടെ തോർത്താങ്കണ്ടി അമ്പലത്തിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നത്. തോർത്താങ്കണ്ടി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് രാവിലേട്ടൻ്റെ വീട്. ഇതാണ് തോർത്താങ്കണ്ടി മഹാവിഷ്ണു ക്ഷേത്രം. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் സൗഖ്യമാ ഞാൻ എങ്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീട്. ഞങ്ങൾ രണ്ടാളെയും വീട്ടിലാക്കിയിട്ട് അച്ഛൻ ഷോപ്പിലേക്ക് പോവാണേ. അച്ഛൻ്റെ ഷോപ്പ് പാലേരിയ. കുറച്ച് കഴിഞ്ഞ് ഞാനും അങ്ങോട്ടേക്ക് പോകും. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ അടിച്ച് വന്നതാണ് സാവിയോ. എന്നാലും അമ്മ ചായ കുടിക്കുന്നുണ്ടപ്പോൾ ഓനും ഒരു ദോശ തിന്നണം. സാവിയോ പിന്നെ ദോശയൊക്കെ തട്ടി പിന്നെ നല്ല ഉറക്കമായേ. സാവിയോ ഉറങ്ങിയതുകൊണ്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ അലക്കി. അമ്മ ഇവിടെ വിറകൊക്കെ എടുത്ത് വെക്കേണ്ട പരിപാടിയിലാണ്. അനിയൻ വർക്ക്ഷോപ്പിൽ പോകേണ്ട സമയമായി, അതുകൊണ്ട് പോവാണ്. പിന്നെ ഇവിടെ അമ്മ ചോറ് വെക്കുന്നുണ്ട്. പിന്നെ എനിക്കും ഏകദേശം ഷോപ്പിലേക്ക് പോകേണ്ട ടൈമായി. ഇതാണ് നമ്മളെ ഷോപ്പ്. ഹോം നീഡ്സ് ആൻഡ് ഹാർഡ്വെയർ ഷോപ്പാണ്, പാലേരി ടൗണിൽ തന്നെ. പിന്നെ ഞാനൊരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് വരാം. ഞാൻ ഇവിടെ എത്തി നോക്കുമ്പം സാവിയോൻ്റെ ചേച്ചിമാരെല്ലാം കൂടെ ഭയങ്കര കളിയാണ് ഇവിടെ. മണിക്കുട്ടിയുണ്ട്, പാറുണ്ട്, കുഞ്ഞാറ്റുണ്ട്. പിന്നെ ഇയാൾ ഏത് സമയം കണ്ണ് തെറ്റിയ ജനലിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റെപ്പ് കാരണം. ഇതാ ഇപ്പോൾ ഇയാൾ രണ്ട് മെയിൻ പണി. ഒന്ന് ജനലിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ. ഇന്നിവിടെ അമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഉച്ചക്ക് നെയ്ച്ചോറായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാവിയോന് കഞ്ഞി കൊടുത്ത്. പിന്നെ ഓൻ്റെ പേടകത്തിലാണ്. പിന്നെ അതും കൊണ്ട് 2-3 റൗണ്ട് അവൻ്റെ പൊക്കെല്ലാം കണ്ടാൽ കോന ഓടിക്കുന്നേ. ലാലിയേ ലാലി ലാലിയേ അഭിരാമി ലാലിയേ ലാലി ലാലിയേ ഓഹോ കൺമണി അൻപോ. ഇങ്ങനെ ഇരുന്നേരം കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഞാനായിട്ട് വലിയ പ്രോ ടൈലറൊന്നും അല്ല കേട്ടോ. കുറച്ചെന്തെങ്കിലും കീറിയതൊക്കെ അടിക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ ഒരാളെന്തോ പേപ്പറിൻ്റെ കഷ്ണം കൊണ്ട് കാക്കേനെ എറിഞ്ഞ് ഓടിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കിച്ചു ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടേന്. പിന്നെ മാമനും മോനും ഇരുന്നിട്ട് കാർട്ടൂൺ കാണാം. പിന്നെ കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് ഉറങ്ങേണ്ട സമയമായി. ഓക്കെ, ഗുഡ് നൈറ്റ്.